നമ്മളിപ്പോഴും 10 വർഷത്തിനടുത്ത് പിറകിലാണ്. ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സെർച്ച് എഞ്ചിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും വലിയ മാറ്റം കൊണ്ടുവന്നത് ഗൂഗിളാണ്. എയുടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ എ കൊണ്ടുവന്നത് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡെയിലി ലൈഫിലെ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ചെയ്യാം. സർ എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തത്? ഡിജിറ്റൽ മാർക്കറ്റിംഗിൽ തന്നെ സർ പറഞ്ഞു ഒരുപാട് ഡിഫറെൻറ്റ് സ്ട്രീംസ് ഉണ്ട്, നമുക്ക് ഡിഫറെൻറ്റ് ചാനൽസ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷൻ തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം? എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എൻ്റർ ചെയ്തത്? സെർച്ച് എഞ്ചിൻ ഒപ്റ്റിമൈസേഷനിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മീഡിയയിലായിരുന്നു. ഞാൻ ബേസിക്കലി ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു. പിന്നീടാണ് ഈ പറഞ്ഞ പോലെ ഇതിനകത്തേക്ക് വരുന്നത്. അത് ആ സമയത്ത് എനിക്ക് വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ചെറിയ ജോലി ഉണ്ടായിരുന്നു. അത് മീഡിയയായിട്ട് ബന്ധപ്പെട്ടല്ല, എൻ്റെ ഒരു സുഹൃത്തിന് ഒരു കമ്പനി ഉണ്ടായിരുന്നു. അത് ജസ്റ്റ് അയാളെ ഹെൽപ്പ് ചെയ്യാന്നുള്ള രീതിയിലേക്ക് പാരലി ഞാൻ മീഡിയയിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അയാളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേർഡ്പ്രസ് ഒക്കെ അതിൻ്റെ ബാക്കെൻഡിലൊക്കെ വർക്ക് ചെയ്യായിരുന്നു. പക്ഷെ അന്ന് അതിനെപ്പറ്റി വലിയ നോളജ് ഒന്നുമില്ല. പക്ഷേ ആ സമയത്ത് ഈ കോണ്ടന്റ് റൈറ്റിങ്ങോ അല്ലെങ്കിൽ അത് പിന്നെ മേക്ക് ചെയ്യുന്ന രീതിയൊക്കെ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അങ്ങനെയാണ് അത് പഠിച്ചിട്ട് പിന്നെ ഇതിനകത്തേക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു സാറിന് പണിയെന്ന് പറയുന്നത്. ഇപ്പോൾ SEO ഒരുപാട് ചേഞ്ചസ് ഫേസ് ചെയ്യുന്ന ഒരു പീരീഡ് ആണ്. അതായത് AI ഓവർവ്യൂസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അപ്പോൾ SEO എത്രത്തോളം ചേഞ്ചസ് ആണ് ഈ ഒരു റീസെന്റ് ഇയേഴ്സിൽ വന്നതെന്ന് സാർ നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു? SEO ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ അധികം അറിയാറില്ല. അതിൻ്റെ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോഴും 10 വർഷത്തിനടുത്ത് പിറകിലാണ്. 2013 SEO ഏറ്റവും വലിയ ചേഞ്ച് വരുന്നത്. അതായത് സെമാൻറ്റിക് സെർച്ച് എന്ന് പറയുന്നൊരു സംഭവം ആദ്യമായിട്ട് വരുന്നത് 2013 നമ്മളിവിടെ SEO ഒന്നും പഠിപ്പിക്കുന്നില്ല. നമ്മുടെ കേരളത്തിൽ അധികം SEO പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും ഇല്ല. അത് മാത്രമല്ല, നമ്മൾ അന്നും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് തന്നെയാണ് ഞാനും SEOയിലേക്ക് വരുന്നത്. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ഫോളോ ചെയ്തിരുന്ന ഒരാൾ അയാളുടെ വെബ്സൈറ്റ് ഫോളോ ചെയ്തിരുന്നത്. പുള്ളി ചെയ്തിരുന്നത് വെച്ചാൽ കീവേഡ് ഇങ്ങനെ സ്റ്റെപ്പ് ചെയ്ത് വെക്കുക എന്നുള്ളതായിരുന്നു. ടൈറ്റിൽ കീവേഡ് വെക്കുക, ബോഡി കണ്ടന്റിനകത്ത് കീവേഡ് വെക്കുക, അങ്ങനെ എല്ലാ സ്ഥലത്തും കീവേഡ് ഉണ്ടെങ്കിൽ റാങ്ക് ചെയ്യുന്നുള്ളതായിരുന്നു 2013 ഞാൻ കണ്ടത്. പക്ഷെ അന്ന് ശരിക്കും പറഞ്ഞാൽ ഇൻഡസ്ട്രിയിൽ വലിയ മാറ്റം ഉണ്ടായിരുന്നു. പിന്നീട് ഈ പറഞ്ഞ പോലെ ഒരുപാട് അപ്ഡേറ്റ്സ് വന്നു. 2013 ശേഷം ഈ പറഞ്ഞ പോലെ ഏറ്റവും വലിയ അപ്ഡേറ്റ് 2018 2018 ഈ പറഞ്ഞ പോലെ മെഡിക്കൽ അപ്ഡേറ്റ് എന്ന് വന്നിട്ട്, അതായത് നമ്മുടെ ജീവനെയും സ്വത്തിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലുള്ള വെബ്സൈറ്റുകളിലെ കണ്ടന്റുകൾക്ക് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, അത് എഴുതുന്ന ആൾക്ക് ട്രസ്റ്റ് ഉണ്ടായിരിക്കണം, ഈ രീതിയിലുള്ളൊരു വലിയ അപ്ഡേറ്റ് വന്നു. അതൊരു വലിയ അപ്ഡേറ്റ് ആയിരുന്നു. കാരണം കുറേ വെബ്സൈറ്റുകളെ അത് ബാധിച്ചു. പിന്നീട് ഈ പറഞ്ഞ പോലെ 2022 ഹെൽപ്ഫുൾ കണ്ടന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം വന്നു. ഇപ്പോൾ അറിയാം, ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ AI ഒരു ഇതിലേക്ക് വന്നു, AI സെർച്ച് പിന്നെ പ്ലാറ്റ്ഫോമിലേക്ക് വന്നു. അപ്പോൾ ആൻസർ ഈ പറഞ്ഞ പോലെ നമ്മൾ ക്ലിക്ക് ചെയ്യാതെ തന്നെ ആൻസർ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. അതുകൊണ്ട് നമ്മൾ പലപ്പോഴും പല ക്വസ്റ്റ്യൻസിനും ആൻസർ അന്വേഷിച്ചിട്ട് വെബ്സൈറ്റിലേക്ക് പോകേണ്ട ഒരു ആവശ്യം വരുന്നില്ല. ആ സമയത്ത് നമ്മുടെ SEO സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ട് മാറേണ്ട ഒരു ആവശ്യമുണ്ട്. അതാണ് ഇപ്പം വന്നിരിക്കുന്ന ഒരു വലിയ അപ്ഡേറ്റ്. പക്ഷെ അതല്ല കേട്ടോ, ശരിക്കും പറഞ്ഞാൽ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം മറ്റ് സെർച്ച് എഞ്ചിനായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും വലിയ മാറ്റം കൊണ്ടുവന്നത് ഗൂഗിളാണ്. കാരണം ഇപ്പോൾ നമ്മൾ വളരെ പിന്നെ എന്താ പറയുക, കോംപ്ലക്സ് ആയിട്ടുള്ള ക്വയറീസ് ഒക്കെ ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. പക്ഷേ യാൻഡെക്സിൽ പോയിട്ട് അതേ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കുക, നമുക്ക് ആൻസർ കിട്ടില്ല. കാരണം യാൻഡെക്സ് ഇപ്പോഴും ആ പഴയ ഇതിൽ നിൽക്കുക. ഇപ്പോൾ നമ്മളിങ്ങനെ ചോദിക്കുന്നു, ഒരു സൺസെറ്റ് ഫോട്ടോഗ്രാഫി ക്ക് പറ്റിയ ഏറ്റവും നല്ല ക്യാമറ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50,000 രൂപയിൽ താഴെ വില വരുന്ന സൺസെറ്റ് ഫോട്ടോഗ്രാഫി എടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ക്യാമറ ഉള്ള ഫോൺ ഏതാണ്? ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വലിയ നീണ്ട ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഗൂഗിളിന് കൃത്യമായിട്ട് ആൻസർ പറയാൻ പറ്റും. ഒരു പരിധിവരെ ഈ പറഞ്ഞ പോലെ വെക്ടർ സെർച്ച് എന്നൊക്കെ പറയുന്ന അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, ന്യൂറൽ മാച്ചിങ് എന്ന് പറയുന്നൊരു അഡ്വാൻറ്റേജ്, ഇതെല്ലാം വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ അതിന് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത്രയും ഗൂഗിൾ അഡ്വാൻസ് ആയിട്ട് വന്നു. പക്ഷേ മറ്റ് സെർച്ച് എഞ്ചിനുകൾ അത്രയും വന്നിട്ടില്ല. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതെന്ന് വെച്ചാൽ, കുറച്ച് നാൾ മുമ്പ് അമേരിക്കയിൽ ഗൂഗിളിനെതിരെ ഒരു ട്രയൽ ഉണ്ടായിരുന്നു, കോടതിയിൽ കേസായിരുന്നു. ഗൂഗിളിന് അതായത് മൊണോപ്പൊളി ആയിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു കേസാണ്. അതങ്ങനെ നിൽക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ കേസിൽ ഗൂഗിളിന് അനുകൂലമായിട്ടാണ് വിധി വന്നത്. അപ്പോൾ അന്ന് ബിങ് ഗൂഗിളിനെതിരെ വാദിച്ചിട്ട് സംഭവം എന്ന് വെച്ചാൽ, കഴിഞ്ഞ 3 വർഷം കൊണ്ട് ഗൂഗിൾ കളക്ട് ചെയ്തിരിക്കുന്ന ഡാറ്റ, അത്രയും ഡാറ്റ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ബിങ്ങിന് 17 വർഷം വേണ്ടി വന്നു. അപ്പോൾ അത്രയും വലിയ മൊണോപ്പൊളിയാണ് ഗൂഗിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ ബീറ്റ് ചെയ്യുന്നത് സാധ്യമല്ല. അതുകൊണ്ട് നമ്മൾ ഗൂഗിളിൻ്റെ ഒരു വളർച്ച നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ കറക്റ്റ് എവല്യൂഷൻ അറിയാൻ പറ്റും. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ മാറ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ വരേണ്ടിയിരുന്ന മാറ്റമാണ്. കാരണം നമ്മളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന പോലെ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു ആൻസറായിട്ട് കാണിച്ചു തരേണ്ടത്. നമ്മളിപ്പോൾ ഒരു ചോദ്യം, ഇപ്പോൾ വഴിയിൽ ഒരാളോട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാൾ ഒരു ബുക്ക് എടുത്തിട്ട് ഇതിനകത്തൊരു ആൻസർ ഉണ്ട്, വായിച്ച് പഠിച്ചോ എന്ന് പറയല്ലേ ചെയ്യാം, ഡയറക്റ്റ് ആൻസർ പറയുക. അപ്പോൾ ആ രീതിയിലേക്ക് ഗൂഗിൾ ഇപ്പോൾ മാറിയിട്ടുണ്ട്. ഗൂഗിൾ മാത്രമല്ല, എല്ലാ AI സെർച്ച് വന്നപ്പോഴേക്ക് മാറിയിട്ടുണ്ട്. അതൊരു വലിയ മാറ്റമാണ്. നമ്മൾ അത് പോസിറ്റീവായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ AI ഓവർവ്യൂയിലേക്ക് നമ്മളുടെ കോണ്ടന്റ് അല്ലെങ്കിൽ നമ്മളുടെ വെബ്സൈറ്റ് വരണം എന്നുണ്ടെങ്കിൽ എന്ത് പ്രാക്ടിക്കൽ സ്റ്റെപ്സ് ആണ് സർ എടുക്കുന്നത്?
പ്രാക്ടിക്കലി അത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുക? ഞാൻ എടുക്കുന്നതെന്നുള്ളത് മാത്രമല്ല, നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും കൂടിയാണ്. അതിന് നമ്മൾ AI സെർച്ച് എന്താ ചെയ്യുന്നതെന്നുള്ള ആദ്യം മനസ്സിലാക്കണം. നമ്മൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 റിസൾട്ടാണ് AI തരുന്നത് മെയിനായിട്ട്. ഒന്ന്, നമ്മൾ എന്തെങ്കിലും ഒരു ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ ഒരു സർവീസോ ഒക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് റെക്കമെൻഡ് ചെയ്യും. അപ്പോൾ റെക്കമെൻഡേഷൻ ആണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും നമ്മളുടെ ഇൻഡസ്ട്രി ആയിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാര്യം അറിയണം. ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവോ, മസിൽ ഗെയിൻ ഉണ്ടാവോ, ഇതൊക്കെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ വെബ്സൈറ്റിലെ കണ്ടന്റ് ഉപയോഗിച്ചുകൊണ്ട് അത് കണ്ടന്റ് ജനറേറ്റ് ചെയ്തിട്ട് നമ്മളെ റിസോഴ്സ് ആയിട്ട് കാണിക്കണം. ഇതിനാണ് സൈറ്റേഷൻ എന്ന് പറയാം. അപ്പോൾ റെക്കമെൻഡേഷൻ സൈറ്റേഷനാണ് മെയിനായിട്ട് AI റിസൾട്ടുകളിൽ വരുന്നത്. അപ്പോൾ ഇത് രണ്ടിലും വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ AIക്ക് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒപ്റ്റിമൈസ് ചെയ്യണം. AI സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ വലിയ അൽഗോരിതങ്ങൾ അതിനകത്ത് ഈ പറഞ്ഞ പോലെ റാങ്കിങ്, അതായത് SERP ഉണ്ടല്ലോ, അത് സെർച്ച് എഞ്ചിൻ റിസൾട്ട് പേജിൽ നമ്മൾ റാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരുപാട് കോംപ്ലക്സ് അൽഗോരിതങ്ങളുണ്ട്. അത്രയും കോംപ്ലക്സ് അൽഗോരിതം AI സെർച്ചിൻ്റെ കാര്യത്തിൽ ഇപ്പോഴില്ല, നിലവിലില്ല. അതൊരു പ്രൊഡിക്ഷൻ ബേസ്ഡ് ആണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മൾ ട്വിങ്കിൾ എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ബാക്കി ലിറ്റിൽ സ്റ്റാർ ആണെന്ന് അറിയാം. അപ്പോൾ ഒരുപാട് ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് ടെക്സ്റ്റിനെ പ്രോസസ്സ് ചെയ്തിട്ട് ഇപ്പോൾ ഈഫൽ ടവർ എന്ന് പറഞ്ഞാൽ അത് ഏത് രാജ്യത്താണെന്ന് നമുക്കറിയാം. താജ്മഹൽ എന്ന് പറഞ്ഞാൽ ആഗ്ര നദിയുടെ തീരത്താണ്. അപ്പോൾ താജ്മഹൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതിന് ആഗ്ര എന്ന് ഓർമ്മ വരിക. അതിനെയാണ് ഈ പ്രൊഡിക്ഷൻ എന്ന് പറയാം. നമ്മളുടെ മൊബൈലിനകത്ത് ഡിക്ഷണറി ഇല്ലേ, പ്രൊഡിക്റ്റീവ് ഡിക്ഷണറി കണ്ടില്ലേ, നമ്മൾ ഗുഡ് എന്ന് രാവിലെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് മോർണിംഗ് ഓട്ടോമാറ്റിക്കലി വരും. നമ്മൾ ഇതുവരെ ഗുഡ് മോർണിംഗ് അയച്ചിട്ടില്ല, 12 മണിക്ക് എഴുന്നേൽക്കുന്ന ആളാണെങ്കിൽ ഗുഡ് ചിലപ്പോൾ വരുമ്പോൾ ആഫ്റ്റർനൂൺ ആയിരിക്കും വരും അതിനകത്ത്. അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട്, അതിന് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പ്രഡിക്ഷൻ ഇതിനെ മനസ്സിലാക്കിയിട്ട് ഇതൊരു വാസ്റ്റ് നോളജ്, അതായത് ഡാറ്റയെ പ്രോസസ്സ് ചെയ്തിട്ട് കോക്കറൻസ് എന്ന് പറയും. അതായത് ഒരു വാക്ക് വേറൊരു വാക്കിനോട് പിന്നെ എവിടെയൊക്കെയാണ് കാണുന്നത് അതിൻ്റെ കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് ആണിത് ആൻസർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. ഇതിന് ബുദ്ധിയില്ല. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന സമയത്ത് തന്നെ നിർമ്മിത ബുദ്ധി എന്നാണ് പറയുക. പക്ഷെ അതിന് ബുദ്ധിയില്ല, അതിന് കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഈ സെമാൻറ്റിക്സ് പറഞ്ഞാൽ മീനിങ് എന്നാണ് അർത്ഥം. വാക്കുകളുടെ മീനിങ് മനസ്സിലാക്കാനുള്ള കഴിവ് അതിനില്ല. പക്ഷേ അതെങ്ങനെ മനസ്സിലാക്കുന്നത് വെച്ചാൽ പാറ്റേൺസ് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് കെട്ടിടം പണി അറിയില്ല, നമുക്ക് ബിൽഡിംഗ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നമ്മൾ പക്ഷേ ഇങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ സിമെൻറ്റ് വെക്കുന്നു, അതിൻ്റെ മുകളിൽ ഇഷ്ടിക വെച്ചു, അതിൻ്റെ മുകളിൽ വീണ്ടും സിമെൻറ്റ് വെച്ചു. ഒരു 4 ദിവസം നമ്മൾ നോക്കിയെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം സിമെൻറ്റ്, ഇഷ്ടിക, പിന്നെ സിമെൻറ്റ്, അങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ പോകുന്നത്. ഈ പാറ്റേൺ നോക്കിയിട്ടാണ് അതും പഠിക്കുന്നത്. അതിനകത്ത് എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊണ്ട് നടക്കില്ല. ഈ പാറ്റേൺസ് അല്ലെങ്കിൽ അത്രയും ഇത് വേണം, ടെക്സ്റ്റ് വേണം. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇതിൻ്റെ പരിമിതി നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത്. ഈ പരിമിതി മനസ്സിലാക്കിയിട്ട് നമ്മൾ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. വേറെയും പരിമിതികളുണ്ട്. വേറെ ഒരു പരിമിതി എന്ന് വെച്ചാൽ ഇതിനിപ്പോൾ നിലവിൽ ടെക്സ്റ്റ് നമ്മളെ പിന്നെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നത് വളരെ കുറച്ചാണ്. അതായത് വലിയ ടെക്സ്റ്റുകളൊന്നും ഒരു പേജിനകത്തേക്ക് വന്നിട്ട് ഇപ്പോൾ ഒരു 3000 വേർഡ്സുള്ള പേജ് ആണെന്നുണ്ടെങ്കിൽ അത്രയും ടെക്സ്റ്റ് ഒന്നും അത് പ്രോസസ്സ് ഇല്ല. അതിന് ടെക്നിക്കലി പറയുന്ന റീസൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺടെക്സ്റ്റ് വിൻഡോ ചെറുതാണെന്നുള്ളതാണ്. ലാർജ് ലാംഗ്വേജ് മോഡലിൻ്റെ കോൺടെക്സ്റ്റ് വിൻഡോ പലപ്പോഴും ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ കുറച്ച് ടെക്സ്റ്റ് പിന്നെ ഒരു പേജിൽ വന്നിട്ട് നോക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അതിന് ചെറിയ സെൻറ്റൻസ് ആണെങ്കിൽ പോലും ഇത് മീനിങ് ഫുൾ ആയിട്ടുള്ള സെൻറ്റൻസുകൾ അതിനകത്ത് വേണം. മെയിനായിട്ട് ഈ പറഞ്ഞ പോലെ റൈറ്റിങ്ങിനകത്താണ് വേണ്ടത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത് ഒരു ആൻസർ പറയാൻ വേണ്ടിയിട്ട് അതിന് നമ്മുടെ പേജിൽ വരുമ്പോൾ അതിന് കോൺഫിഡൻസ് ഉള്ള ആൻസേഴ്സ് ഉണ്ടാവണം. കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദിസ് ഈസ് ദ ബെറ്റർ സൊല്യൂഷൻ ഫോർ ദ എബോവ് മെൻഷൻഡ് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അതിനൊന്നും മനസ്സിലാവില്ല. അതായത് ഈ മുകളിൽ പറഞ്ഞതാണ് ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ, അല്ലെങ്കിൽ ന്യൂട്ടന്റെ തേർഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത് എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഈ ഒരു സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ഇതിനകത്ത് അതിനറിയാം ന്യൂട്ടന്റെ തേർഡ് ലോയെ കുറിച്ചാണ് പറയുന്നത്, അതിന്റെ ആൻസർ ഇതിനകത്ത് തന്നെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ കോൺഫിഡൻസ് കിട്ടുന്ന രീതിയിൽ കണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയുക. അതിന് കോൺഫിഡൻസ് ഫോർ ഒപ്റ്റിമൈസേഷൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് മെയിനായിട്ട് ചെയ്യണം. പിന്നെ മെയിനായിട്ടെന്ന് വെച്ചാൽ AI നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുമ്പോൾ നമ്മുടെ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് നോക്കും. കണ്ടന്റ് സ്ട്രക്ചർ സെമാൻറ്റിക് HTML എന്നൊക്കെ പറയും. അതായത് H1, H2, H3 ഇത് പ്രോപ്പറായിട്ട് കൊടുത്തിട്ടുണ്ടോ, ബട്ടണായിട്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടോ, അവിടെയാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇത് പിന്നെ ഏജന്റിക് SEOയിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ഇനിയിപ്പോൾ ഏജന്റുകൾ വരാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അപ്പോൾ ഈ രീതിയിലുള്ള ഒപ്റ്റിമൈസേഷൻ ആണ് നമ്മൾ മെയിനായിട്ട് ചെയ്തത്. മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ടന്റ് ഒപ്റ്റിമൈസേഷൻ ആണ്. ഇത് നമ്മൾ റീഡബിലിറ്റി ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. അതായത് AI വന്നിട്ട് നമ്മളുടെ ഒരു പേജ് വായിക്കുമ്പോൾ അതിന് കണ്ടന്റ് ഈസി ആയിട്ട് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഒപ്റ്റിമൈസേഷൻ. രണ്ടാമത്തെ ഒന്നുണ്ട് വിസിബിലിറ്റി ഒപ്റ്റിമൈസേഷൻ. അതായത് നമ്മളുടെ ഒരു ബ്രാൻഡിനെ അത് റെക്കമെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വിസിബിലിറ്റി ഒപ്റ്റിമൈസേഷൻ അത് നമ്മുടെ വെബ്സൈറ്റിന് പുറത്ത് ചെയ്യുന്നതും വെബ്സൈറ്റിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ AI ട്രെയിൻ ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ കണ്ടന്റ്
വെച്ചിട്ട് നമ്മളുടെ കമ്പനി എന്താണ് ചെയ്യുന്നത് എന്നതിനെ പറയാം. ഉദാഹരണത്തിന് ഡിജിറ്റൽ എക്സ് ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കമ്പനിയാണ് എന്നതിനോട് പറയണം. ചില വെബ്സൈറ്റുകളുടെ ഹോം പേജിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ബന്ധമില്ലാത്ത ക്യാപ്ഷൻ ആയിരിക്കും. നമ്മളിപ്പോൾ വേണമെങ്കിൽ ഏതെങ്കിലും വെബ്സൈറ്റ് ഹോം പേജ് നോക്കിയാൽ മതി. പകരം നമ്മൾ ഈ പറഞ്ഞ പോലെ ഡിജിറ്റൽ എക്സ് ഈസ് എൻ അക്കാദമി അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് അക്കാദമി പ്രൊവൈഡിങ് വേരിയസ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സസ് ഇൻ കേരള. വി ഹാവ് ബ്രാഞ്ചസ് ഇൻ കൊച്ചി, കോഴിക്കോട്, കൊച്ചി, തൃശ്ശൂർ, തിരുവനന്തപുരം. ഇത്രയും പറയുമ്പം അതിന് ക്ലിയർ ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി മനസ്സിലായി. അപ്പോൾ ആ എൻറ്റിറ്റി ഡിജിറ്റൽ മാർക്കറ്റർ ഡിജിറ്റൽ എക്സ് എന്നുള്ള എൻറ്റിറ്റി അത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് വേണ്ടി നിൽക്കുന്നതാണ് എന്നതിന് ടെക്സ്റ്റ് എന്ന് മനസ്സിലായി. ഇതിനെ പുറത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ വീണ്ടും ഒപ്റ്റിമൈസ് ചെയ്യണം. പല റിവ്യൂസിൽ, അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമുകളിൽ, ഫോറങ്ങളിൽ ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്ലേസുകളിലൊക്കെ നമ്മളുടെ പേര് വരുന്നുണ്ടെങ്കിൽ അതിന് മനസ്സിലാക്കാൻ പറ്റും. ആരെങ്കിലും ചോദിക്കുകയാണ് ഡിജിറ്റൽ മാർക്കറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അതിൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഈ എൻറ്റിറ്റി കയറുകയാണ്, ഡിജിറ്റൽ എക്സ്. ഒരു നല്ല ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് ഏതാണുള്ളതെന്ന് പറയുന്ന സമയത്ത് കൊച്ചിയിലെന്ന് പറയുമ്പോൾ കൊച്ചിയിൽ ബ്രാഞ്ച് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പറ്റുന്ന ഈ പറഞ്ഞ പോലെ പല സകല സ്ഥലത്തും ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്ന് മെൻഷൻ ചെയ്യപ്പെട്ട പല സ്ഥലങ്ങളിലും ഡിജിറ്റൽ എക്സ് എന്നുള്ള പേരുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ കോ ഓക്കറൻസ് വെച്ചിട്ട് ഇതിനെ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് സജസ്റ്റ് ചെയ്യും. അപ്പോൾ ആ പ്രസൻസ് ഉണ്ടാക്കുക, അതിനെ ഈ പറഞ്ഞ നമ്മൾ സൈറ്റേഷൻ ബിൽഡിങ്, മെൻഷൻസ് ഉണ്ടാക്കുക എന്നൊക്കെ പറയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്ന പ്രാക്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു AI കടന്നുകയറ്റത്തിൽ സാർ തന്നെ മെൻഷൻ ചെയ്തു നമ്മൾ കോണ്ടന്റിന് ആ രീതിയിൽ സ്ട്രക്ചറൈസ് ചെയ്യുന്ന കാര്യം. അപ്പോൾ ഈ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു കീവേഡ് റിസർച്ചിങ്ങിന് ഇപ്പോൾ ഇമ്പോർട്ടൻസ് ഉണ്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? കീവേഡ് റിസർച്ചിന് ബേസിക് ആയിട്ട് ഇതുണ്ട് കേട്ടോ. അതായത് നമുക്ക് ആളുകൾ എത്രത്തോളം സെർച്ച് ചെയ്യുന്നു അറിയാൻ വേണ്ടിയിട്ട് മാത്രം. പക്ഷേ അതുകൊണ്ട് മാത്രം നമുക്ക് കാര്യമില്ല, നമുക്ക് ടോപ്പിക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ്. AI വർക്ക് ചെയ്യുന്നതിന് വേറൊരു ഫോർമാറ്റിലാണ്. AI ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ AI കൊണ്ടുവന്നത് തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഡെയിലി ലൈഫിലെ പ്രോബ്ലങ്ങളെല്ലാം സോൾവ് ചെയ്യാം. ഇപ്പോൾ ഒരാൾ, ഞാൻ നേരത്തെ പറഞ്ഞ ആ സംഭവം തന്നെ, അതായത് നമ്മളൊരു വെയിറ്റ് ഗെയിനിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവുമോ, എത്രത്തോളം വെയിറ്റ് നമുക്ക് കൂടും, ഇങ്ങനെ ഒരാൾ ചോദിക്കുന്നത്. അപ്പോൾ AI സംബന്ധിച്ചിടത്തോളം ഇതൊരു കീവേഡല്ല, അതൊരു പ്രോബ്ലമാണ്. അപ്പോൾ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിന് കുറേ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യണം. അതായത് ഇയാൾ എന്തുകൊണ്ടായിരിക്കും ഇത് ചോദിച്ചിട്ടുണ്ടാവുക, അതായത് ഇതിനൊരു ഇൻറ്റൻ്റ് ഉണ്ട്. അതായത് പിന്നെ പ്രോട്ടീൻ പൗഡർ കഴിച്ചാൽ തടി കൂടുമോ എന്നുള്ള ഒരു ഇൻഫർമേഷണൽ ഇൻറ്റൻ്റാണ്. പക്ഷെ അത് മാത്രമല്ല അതിനറിയേണ്ടത്. അതിനറിയാം ഇങ്ങനെ ഒരാൾ ചോദ്യം ചോദിക്കണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഓൾറെഡി തടി കുറവാണ്. ആ തടി കുറവായിരുന്നത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ആ ഒരു കീവേഡ് വീണ്ടും എക്സ്ട്രാ വന്നു. പിന്നെ വരുന്നത് എത്ര അളവിൽ കഴിക്കണം, ഏത് ടൈപ്പ് ഓഫ് പ്രോട്ടീൻ പൗഡറാണ് കഴിക്കേണ്ടത്, കഴിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് നേരിട്ട് കടയിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാമോ, ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ വേണോ, എത്ര കാലം കഴിക്കണം, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ അതിന് AI ചെയ്യുന്നൊരു പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കിയിട്ട് കുറേ ചോദ്യങ്ങൾ അത് തന്നെ ക്രിയേറ്റ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് ക്വറി ഫാൻ ഔട്ട് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ക്വറി ഫാൻ ഔട്ട് എന്ന് വെച്ചാൽ അതിപ്പോൾ ക്ലാരിറ്റിയിലൊക്കെ കാണാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ നമുക്ക് കാണാനായിട്ട് വേറെ കുറേ മാർഗങ്ങളുണ്ട്. നമുക്ക് ഏതൊക്കെ ഒരു കീവേഡ് സെർച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ ChatGPT ചോദിക്കാം, ഒരു കീവേഡ് എടുത്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ പിന്നെ അല്ലെങ്കിൽ ChatGPT അല്ലെങ്കിൽ ജെമിനിയോ ക്ലോഡോ ഒക്കെ സെർച്ച് ചെയ്യാൻ സാധ്യതയുള്ള കുറേ ഫാനായിട്ട് ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറയും. ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഈ കൊച്ചിയിൽ ഏതാണ് നല്ലത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ എത്ര കാലം പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടുമോ, കോഴ്സിൻ്റെ ഫീസ് എത്രയാണ്, ആരാണ് പഠിപ്പിക്കുന്നത്, ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് അത് തന്നെ ജനറേറ്റ് ചെയ്യും. ഇതെല്ലാം പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരു ഫൈനൽ ഡിസിഷൻ എത്താൻ വേണ്ടിയിട്ടാണ് അത് പ്രേരിപ്പിക്കുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ട്രഡീഷണൽ കീവേഡ് സെർച്ചിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ കാരണം ആളുകളുടെ പ്രോബ്ലത്തിനാണ് വലിയ പ്രാധാന്യം വരുന്നത്. പ്രോബ്ലംസ് നമ്മൾ കണ്ടുപിടിക്കണം, കൺസേൺസ് കണ്ടുപിടിക്കണം, എന്നിട്ട് നമ്മൾ ആൻസർ ചെയ്യണം. അതാണ് നമ്മൾ വേണ്ടത് ഇനി അങ്ങോട്ട്. സോ സാറ് നേരത്തെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് മെൻഷൻ ചെയ്തിരുന്നു കുറച്ച് അപ്ഡേറ്റ്സിന്റെ കാര്യം, ഹെൽപ്ഫുൾ കോണ്ടന്റ് അപ്ഡേറ്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ മെഡിക്കൽ അപ്ഡേറ്റിന്റെ കാര്യം പറഞ്ഞു. അതൊക്കെ കുറച്ച് വർഷം മുന്നേ ഉള്ള അപ്ഡേറ്റ്സ് ആണ്. റീസെന്റ് ഇയേഴ്സിൽ വന്നിട്ടുള്ള അപ്ഡേറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതായിട്ട് സാറിന് ഫീൽ ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റിനെ പറ്റി പറയാമോ? റീസെന്റ് ആയിട്ട് വന്നിട്ടുള്ളത് നമ്മൾ ഈ ഹെൽപ്ഫുൾ കോണ്ടന്റ് അപ്ഡേറ്റും ഈറ്റും തന്നെയാണ്. കാരണം അതിനെ നമുക്ക് പിന്നെ കുറച്ച് കാണാൻ പറ്റില്ല. കാരണം നമ്മൾ AI ഒരു വലിയ അപ്ഡേറ്റ് ആയിട്ട് പറയുന്നുണ്ടെങ്കിലും ഗൂഗിൾ അതിൻ്റെ സെർച്ചിൽ AI കൊണ്ടുവന്നിട്ട് കുറേ കാലമായി. ഈവൻ ഗൂഗിൾ മാപ്പിനകത്ത് പോലും ഇപ്പം നിങ്ങളിപ്പോൾ ഇവിടെ ഇരുന്നിട്ട് ചിക്കൻ ബിരിയാണി ബിരിയാണി എന്ന് മാത്രം സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾ സ്ഥിരമായിട്ട് ചിക്കൻ ബിരിയാണിയാണ് കഴിക്കുന്നതെങ്കിൽ ആദ്യം കാണിച്ചിരുന്നത് ചിക്കൻ ബിരിയാണീൻ്റെ റെസ്റ്റോറൻറ്റാണ്. കാരണം നമ്മൾ ബിരിയാണി എന്ന് മാത്രം സെർച്ച് ചെയ്തിട്ടുള്ളൂ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചിട്ട് നമ്മുടെ പാറ്റേൺ ഉപയോഗിച്ചിട്ട് അതിനറിയാം നമ്മൾ സ്ഥിരമായിട്ട് ചിക്കൻ ബിരിയാണി സെർച്ച് ചെയ്തിട്ട് പോകുന്നത് ചിക്കൻ ബിരിയാണി കൊടുക്കുന്ന കടയിലേക്കാണ് എന്നറിയാവുന്നതുകൊണ്ടാണ് അതങ്ങനെ കാണിച്ചു തരുന്നത്. അപ്പോൾ AI നേരത്തെ വന്നിട്ടുണ്ട്, അതിന് ഇപ്പോഴത്തെ ഒരു വലിയ അപ്ഡേറ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ സെർച്ചിൽ വന്നിരിക്കുന്ന ഒരു വലിയ മാറ്റം എന്ന് പറയുക, ഷിഫ്റ്റ് എന്ന് പറയാം, ശരിക്കും ഈ പറഞ്ഞ പോലെ AI സെർച്ചിലേക്ക് മാറിയത് തന്നെയാണ്. അത് പെട്ടെന്ന് മാറാനുണ്ടായ ഒരു കാരണം എന്ന് വെച്ചാൽ ഈ OpenAI പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ പിന്നെ ഗൂഗിളിനും നേരത്തെ അറിയായിരുന്നു. അത് മാത്രമല്ല ഇവരെല്ലാം നേരത്തെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഈ രീതിയിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഒരു പിന്നെ റിസർച്ചും അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും ഒക്കെ ഒരു പിന്നെ ഫൈനൽ സ്റ്റേജിൽ എത്തിയിട്ട് പിന്നെ അത് പിന്നെ ലോഞ്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു OpenAIയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇത്. പക്ഷേ OpenAI വളരെ പെട്ടെന്ന് ലോഞ്ച് ചെയ്തു, ഗൂഗിളിനെ പോലും ഞെട്ടിച്ചുകൊണ്ട് പെട്ടെന്നാണ് ലോഞ്ച് ചെയ്തത്. അപ്പോൾ OpenAI എന്താ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിലാണ് ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത് പഠിച്ചത്. കാരണം ബാക്കി അവർ ഈ പറഞ്ഞ പോലെ ലാബ് ടെസ്റ്റോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അതിനു മുമ്പ് റിസർച്ച് ചെയ്തിട്ടോ ടെസ്റ്റ് ചെയ്യുന്നതിന് പകരം പല കാര്യങ്ങളും അവർ നമ്മളിലാണ് ടെസ്റ്റ് ചെയ്തത്. അതുകൊണ്ട് നമ്മൾ ആദ്യ കാലഘട്ടത്തിൽ ഒരുപാട് തെറ്റുത്തരങ്ങൾ കണ്ടിരുന്നു, ഹലൂസിനേഷൻസ് കണ്ടിരുന്നു. അതുപോലെ തന്നെയാണ് ഗൂഗിളിന് വളരെ ഫാസ്റ്റായിട്ട് ഈ പറഞ്ഞ പോലെ ബാഡ് എന്ന് പറയുന്ന സംഭവം അവർക്ക് ആദ്യം കൊണ്ടുവരേണ്ടിരുന്നു. പിന്നീട് ജെമിനിയിലേക്ക് മാറി, അറിയാലോ, പിന്നെ AI ഓവർവ്യൂയിലേക്ക് വന്നു. പക്ഷേ ഈ മാറ്റം ഭയങ്കര എന്താ പറയുക, വളരെ വലിയ ഷിഫ്റ്റ് ആണെങ്കിൽ പോലും ട്രഡീഷണൽ സെർച്ച് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഏകദേശം ഒരു നേരത്തെ 85% ട്രഡീഷണൽ സെർച്ചും ഗൂഗിളിൻ്റെ കയ്യിലായിരുന്നു, അതിൽ കൂടുതലും. പക്ഷെ അതിൽ കുറേയൊക്കെ ഒരു വലിയ പെർസെൻറ്റേജ് ഒന്നും ഇപ്പോഴും AI സെർച്ചിലേക്ക് പോയിട്ടില്ല. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ ട്രഡീഷണൽ സെർച്ച് ഉണ്ട്. അതുകൊണ്ടാണ് അതിന് വലിയ ഷിഫ്റ്റ് ചെയ്യുന്നത് ഇപ്പോഴും പറയാത്തത്. പക്ഷെ വരാൻ പോകുന്നൊരു വലിയ മാറ്റം അത് തന്നെയാണ്, ഏറ്റവും വലിയ മാറ്റം അതാണ്. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം അത് മാറി വരുന്നുണ്ട്. നേരത്തെ ഉണ്ടായിരുന്നു വെച്ചാൽ AI സെർച്ചിൽ വരുന്ന ആൻസറുകൾ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ട്രഡീഷണൽ SCRPയിലേക്ക് പോയി നോക്കുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 4-5 മാസം കൊണ്ട് അത് മാറി മാറി വരുന്നുണ്ട്. കാരണം AI മോഡ്, AI സ്പിൻ ഇതൊക്കെ വന്നതിന് ശേഷം ഈ പറഞ്ഞ പോലെ കുറച്ചുകൂടെ നല്ല രീതിയിലേക്ക് ആൻസർ കൊടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. വരാൻ പോകുന്ന വലിയ ഷിഫ്റ്റ് എന്ന് പറയുന്നത് ഏജന്റിക്ക് AIകളുടെ വരവോടുകൂടി മനുഷ്യൻ മാത്രമായിരിക്കില്ല വെബ്സൈറ്റുകളിലേക്ക് വരിക. ഒരുപക്ഷെ മനുഷ്യൻ ചിലപ്പോൾ വന്നു വരില്ല. നമ്മൾ പല ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ക്ലോഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ക്ലോഡിനോട് പറഞ്ഞ് നമുക്ക് വേണ്ടിയിട്ടൊരു ഹോട്ടലിൽ കണ്ടുപിടിച്ച് ബുക്ക് ചെയ്ത് അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോട്ടൽ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ അതായിരിക്കും നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരിക. അവിടെ ചിലപ്പോൾ ഒരു ഹ്യൂമനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഇമോഷൻസ് ആയിരിക്കില്ല ആ വെബ്സൈറ്റിൽ ചിലപ്പോൾ വർക്ക് ചെയ്യാം. അങ്ങനെ ഒരു വലിയ മാറ്റം വരാൻ പോകണം. അപ്പോൾ ഇതുവരെ ഉണ്ടായിരുന്നത് ഗൂഗിൾ ഉണ്ടാക്കിയ ഒരു വെബ്സൈറ്റ് ഷേപ്പ് ചെയ്ത വെബ്സൈറ്റുകളാണ്. അതായത് ഗൂഗിളിന്റെ ഒരു പോളിസിക്ക് അനുസരിച്ചിട്ട് ഗൂഗിളിന്റെ ഇതിനനുസരിച്ചിട്ട് ഷേപ്പ് ചെയ്ത വെബ്സൈറ്റുകളാണ്. ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത് ഏജന്റ് ഷേപ്പ്ഡ് വെബ്സൈറ്റ് എന്ന് പറയാം, ഏജന്റിക് ഷേപ്പ്ഡ് വെബ്സൈറ്റ്. അതായത് ഒരു ഏജന്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ വെബ്സൈറ്റുകളെല്ലാം നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. അതൊരു വലിയ ഷിഫ്റ്റാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മുടെ വെബ്സൈറ്റുകളെ ഇനി ശരിക്കും മാറണം. ഇപ്പോൾ പ്ലെയറിൻ്റെ ഒരു പിന്നെ ടൂളുണ്ട്, ഈസ് ദിസ് വെബ്സൈറ്റ് ഏജന്റ് റെഡി എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ നമ്മുടെ വെബ്സൈറ്റ് എത്രമാത്രം ഏജന്റിക്ക് റെഡി ആണെന്ന് നോക്കാൻ പറ്റുന്നതാ. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഇപ്പം നമ്മുടെ നിലവിൽ വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടില്ല എങ്കിൽ ഒരു 20%, 30% ആയിരിക്കും നമ്മുടെ ഏജന്റ് റെഡി. അതൊരു 100% ആക്കണം നമ്മൾ. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് പ്ലെയറിൻ്റെ ഒരു ഇപ്പോൾ വന്നിരിക്കുന്ന ടൂളാണ്. അപ്പോൾ ആ രീതിയിലേക്കാണ് വലിയ മാറ്റം വരാൻ പോകുന്നത്. അതൊരു വലിയ മാറ്റമായിരിക്കും. ഇപ്പോൾ ഈ ഏജന്റ് റെഡിയുടെ കാര്യം പറഞ്ഞു, അപ്പൊ അതൊരു വലിയ ചലഞ്ച് അല്ലേ? ഏജന്റ് റെഡി ആയിരിക്കണം, അതേപോലെ തന്നെ ഹ്യൂമൻ റെഡി ആയിരിക്കണ്ടേ വെബ്സൈറ്റ്സ് ഒക്കെ? അപ്പോൾ ഇനി എനിക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമ്മൾ കുറേ അധികം ഡിഫറെൻറ്റ് പ്രാക്ടീസസ് ചെയ്തിട്ടാണ് ഒരു കോണ്ടന്റ് ഒപ്റ്റിമൈസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു SEO ടാക്ടിക്, പക്ഷെ അത് ഫ്യൂച്ചറിൽ റിസ്കി ആവുമെന്ന് തോന്നിയിട്ടില്ല എന്തെങ്കിലും ഉണ്ടോ? ഫ്യൂച്ചറിൽ റിസ്കി ആവുമെന്ന് തോന്നുന്ന ഒരു എലമെന്റ് എപ്പോഴും ഈ ഓരോ ടെക്നോളജി അല്ലെങ്കിൽ ഓരോ അപ്ഡേറ്റ് വരുന്ന സമയത്തും ചില ആളുകൾ പറഞ്ഞു വരുന്ന കണ്ടന്റിൽ ഈ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറഞ്ഞാൽ പണ്ടും ഈ പറഞ്ഞ പോലെ നമുക്ക് ജേർണലിസ്റ്റിക് റൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഇതിനകത്ത് നമ്മൾ പണ്ട് മുതലേ ആറ്റമിക് കണ്ടന്റ് എന്ന് പറയുന്ന സംഭവമൊക്കെ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഇപ്പോൾ ന്യൂസൊക്കെ വായിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് പാസ് ചെയ്ത് പോവാണ്. പാസ് ചെയ്ത് പോകുന്ന സമയത്ത് പാസ് ചെയ്യുന്ന ഒരാൾക്ക് പോലും ആ പറയുന്ന എന്തിനെ കുറിച്ചാണ് എന്താണെന്ന് മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു ജേർണലിസ്റ്റിക് റൈറ്റിംഗ് ന്യൂസൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ടെക്നിക്കലായിട്ട് ഇതിനെയൊക്കെ കാണാൻ തുടങ്ങിയ സമയത്തേക്ക് എന്ന് വെച്ചാൽ SEOക്കാർ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഒന്ന് കണ്ടന്റ് ഭയങ്കരമായിട്ട് ജനറേറ്റ് ചെയ്യുക, ഒരുപാട് കണ്ടന്റ് ജനറേറ്റ് ചെയ്യുക, പ്രോഗ്രാമാറ്റിക് ആയിട്ട് കണ്ടന്റ് ഇത് ചെയ്യുക. ഇപ്പോൾ വരാൻ പോകുന്നൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പല കമ്പനികളും ചെയ്യുന്നത് കണ്ടന്റ് ഓട്ടോമേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. കണ്ടന്റ് ഓട്ടോമേഷനാണ് ഈ പറഞ്ഞ പോലെ ഒരു വലിയ റിസ്ക് ആയിട്ട് ഇനി മാറാൻ പോകുന്നത്. അത് ഗൂഗിൾ നേരത്തെ തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് ഈറ്റ് എന്ന് പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നത്. അറിയാലോ, ഈറ്റിലെ എക്സ്പീരിയൻസ് കൊണ്ടുവന്നത് 2022 കാലഘട്ടങ്ങളിലാണ് ഈറ്റിലെ എക്സ്പീരിയൻസ് കൊണ്ടുവന്നത്. അതിനു മുമ്പ് 2018 ഈ പറഞ്ഞ പോലെ EAT മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഗൂഗിള് ഈ കണ്ടന്റ് ഫ്ലോ, അതായത്
അതിനെ പിന്നെ പല ആളുകളും വിളിക്കുന്നത് സീ ഓഫ് സെയിങ്നെസ് എന്നാണ്. അതായത് ഒരേ കടൽ, എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കടലിൽ പ്രത്യേകിച്ച് ഐഡന്റിറ്റി ഒന്നുമില്ല, എല്ലാ സ്ഥലത്തെയും വെള്ളം ഒരുപോലെ ഇരിക്കും. അതുപോലെ ഇന്റർനെറ്റിൽ കണ്ട് വന്ന് നിറഞ്ഞിട്ട് അതിൻ്റെ ഒരു സാച്ചുറേഷനിലേക്ക് എത്തി. ഇപ്പോൾ ഓൾറെഡി എത്തി. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പം അതുപോലെ ക്ലൗഡ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ChatGPT ഉപയോഗിച്ചിട്ടോ ആർക്ക് വേണമെങ്കിലും കണ്ടന്റ് ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ആ രീതിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇപ്പോൾ ടൂൾസ് ഉണ്ട്, N8 NF പോലുള്ള ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് ആളുകൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓട്ടോമേറ്റ് ചെയ്യും. അപ്പോൾ മനുഷ്യനില്ലാതെ തന്നെ ഇതൊക്കെ എഴുതാനായിട്ട് തുടങ്ങും. അതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ കണ്ടന്റുകളെല്ലാം അതിനെ ഗൂഗിൾ തന്നെ വിളിക്കുന്നത് കമോഡിറ്റി കണ്ടന്റ് എന്നാണ്. അതായത് അത് വേറൊരാൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ. അതുകൊണ്ട് ഗൂഗിൾ ഈ അടുത്തായിട്ട് റീസെൻ്റ് ആയിട്ട് പുതിയ ഒരു സജഷൻസ് ഗൈഡ് ലൈൻ കൊടുക്കും. ഗൂഗിൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ AI പ്രിഫർ ചെയ്യുന്നത് നോൺ കമ്മോഡിറ്റി കണ്ടന്റ് ആണെന്ന് പറഞ്ഞു. നോൺ കമ്മോഡിറ്റി കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ കോമ്പറ്റീറ്റർക്ക് വലിയ എഫേർട്ട് ഇല്ലാതെ അതിനെ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല, കോപ്പി ചെയ്യാൻ പറ്റില്ല. അതായത് നമ്മൾ ഒറിജിനൽ റിസർച്ച് നടത്തി അത് നമ്മുടേതായ ഇൻപുട്ട് കൊടുത്ത് ചിലപ്പോൾ AI കൊണ്ട് എഴുതിക്കുന്നതായിരിക്കാം, പക്ഷെ നമ്മൾ ഒറിജിനൽ റിസർച്ച് നടത്തിയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന കണ്ടന്റുകളാണ് ഈ പറഞ്ഞ പോലെ നോൺ കമ്മോഡിറ്റി കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊണ്ടുവന്നത് ഈ റിസ്ക് പിന്നെ ഗൂഗിളിന് പറയാം ഇങ്ങനൊരു ത്രെറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇനി വരാൻ പോകുന്ന ഒരു വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്. അതായത് ആളുകൾ കണ്ടന്റ് ഓട്ടോമേറ്റ് ചെയ്യുന്നത്, എനിക്കറിയാവുന്ന കുറേ ആളുകൾ ചെയ്യുന്നുണ്ട്, വലിയ SEO പ്രൊഫഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട് കണ്ടന്റ് ഓട്ടോമേഷനാണ്. ഇപ്പോൾ ഞാനൊരു ഏജൻസിയിൽ ട്രെയിൻ ചെയ്തിരുന്നു. ആ ഏജൻസിയിൽ റൈറ്റർ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ റൈറ്ററുടെ ജോലി പോയി, അവരെല്ലാം കണ്ടന്റ് ഓട്ടോമേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഏകദേശം ഒരു 2-3 മാസമായി. പക്ഷെ വെബ്സൈറ്റ് നോക്കിയപ്പോൾ റാങ്കിങ്ങിൽ താഴോട്ട് പോയി, ഒരുപാട് താഴോട്ട് പോയി. അപ്പോൾ ഇതൊക്കെ വരുന്ന ഒരു വലിയ പ്രശ്നമാണ്. ഇതാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ഒരു വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്. എല്ലാ വെബ്സൈറ്റും ഏകദേശം ഒരുപോലെ ഇരിക്കും. അതാണ് ഒരു വലിയ ത്രെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ എന്ത് ക്വയറി സെർച്ച് ചെയ്താലും ഒരു AI ഓവർവ്യൂ അല്ലെങ്കിൽ ഒരു AI ആൻസർ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നോർമലി വെബ്സൈറ്റ്സിലേക്ക് വരുന്ന ട്രാഫിക് കുറയുന്നതായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ അങ്ങനെ ആണെങ്കിൽ തന്നെ എങ്ങനെയായിരിക്കും ബ്രാൻഡ്സ് അതിനെ അഡാപ്റ്റ് ചെയ്യുന്നത്? അത് സ്വാഭാവികമാണ്, നമ്മുടെ റിയൽ ലൈഫിലുള്ള ഒരു സംഭവമാണ്. ഞാനിപ്പോൾ ഇവിടുന്ന് ഒരാളോട് ചോദിക്കുന്നു, ലുലു മാളിൽ പോയാൽ അല്ലെങ്കിൽ ഇവിടെ ഏറ്റവും നല്ല എന്താ പറയുക, ഞാൻ ഒരാളോട് ഇവിടുന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് എല്ലാ കടക്കാരും വന്നിട്ട് അവരവരുടെ കടയിലേക്ക് എന്നെ കൊണ്ടുപോകണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് ഇവിടെ നിൽക്കുമ്പോൾ ഈ സർഫസിൽ നിന്നിട്ട് എനിക്കൊരു ആൻസർ കിട്ടിയാൽ മതി. ഒരാൾ പറയുന്നത് അത് ഇന്ന സ്ഥലത്താണുള്ളത്, അപ്പോൾ ലുലു മാളിൽ അവിടെ ഇന്ന ബ്രാൻഡിൻ്റെ ഒരിതുണ്ട് എന്ന് പറഞ്ഞു, വേറെ ആൾ പറഞ്ഞു ഇന്ന സ്ഥലത്ത് ഇന്ന ബ്രാൻഡിൻ്റെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആൻസർ കിട്ടി. സർഫസിൽ ഇരുന്നിട്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പുറത്തിപ്പോൾ കൊച്ചിയിൽ നിന്നിട്ട് ഒരു ജംഗ്ഷനിൽ നിന്നിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നിന്ന് തന്നെ പല ആളുകളും എനിക്ക് പല ആൻസേഴ്സ് പറഞ്ഞു തന്നു. പകരം ഞാൻ എല്ലാ ഷോപ്പിലും പോയി കയറി ഇറങ്ങുകയല്ല ചെയ്യുന്നത്. ഈ ആൻസർ കിട്ടിയതിന് ശേഷം ഞാൻ ഫൈനലൈസ് ചെയ്തിട്ട് ഒരു കടയിലേക്ക് പോകുന്നു. ആ കടയിലേക്ക് പോകുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നു, അത് വാങ്ങുന്നു. അവിടെ ഒരാളെ പോകുന്നുള്ളൂ എങ്കിലും അവിടെ പർച്ചേസ് ഉറപ്പായിട്ട് നടക്കുന്നുണ്ട്. മറ്റത് എനിക്ക് അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ പല കടകളിൽ കയറി ഇറങ്ങുമ്പോൾ ചില കടയിൽ നിന്ന് വാങ്ങില്ല, ചില കടയിൽ നിന്ന് മാത്രമേ വാങ്ങൂ. അപ്പോൾ ആളുകൾ കൂടുതൽ വെബ്സൈറ്റിലേക്ക് കയറും. അത് നേരത്തെ നമ്മുടെ വെബ്സൈറ്റിൽ വരുന്ന എല്ലാവരും പർച്ചേസ് ചെയ്യില്ല. അപ്പോൾ AI സെർച്ചിൻ്റെ കാര്യത്തിലെന്ന് വെച്ചാൽ AIയിൽ നമ്മൾ ആൻസേഴ്സ് കാണുന്നു, നമ്മൾ അത് കമ്പയർ ചെയ്ത് നോക്കുന്നു, നമ്മൾ എന്നിട്ടൊരു നമ്മൾ സിന്തസൈസ് ചെയ്യാന്ന് പറയും, നമ്മളൊരു സമവായത്തിലേക്ക് എത്തുന്നു. അതായത് നമുക്ക് വേണ്ടത് ഇതാണ് ആവാം, അല്ലെങ്കിൽ ഇതിന് ഡ്രോബാക്ക് ഉണ്ട്, ഇതിന് ബെനിഫിറ്റ് ഉണ്ട്, ഇതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷം നമ്മൾ ഫൈനലൈസ് ചെയ്തിട്ട് ഒരു വെബ്സൈറ്റിലേക്ക് ഉറപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പ്രോപ്പറായിട്ട് പ്രോബ്ലം അവരുടെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണം. എക്സാമ്പിൾ പറഞ്ഞാൽ എങ്ങനെ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, ഇത് നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് ആരും നോക്കണം നിർബന്ധമൊന്നുമില്ല. എങ്ങനെ നമുക്ക് അല്ലെങ്കിൽ വിസ ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ഡോക്യുമെന്റ് വേണം, ഇതും നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ട് നോക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇതെല്ലാം അറിയുന്ന ഒരാൾ എവിടുന്ന് നമുക്ക് വിസ എടുക്കാൻ പറ്റും, അതിന് ആരെ കോണ്ടാക്ട് ചെയ്യണം, അപ്പോഴും നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്നാൽ മതി. ബാക്കിയുള്ള ആളുകളെല്ലാം പുറത്തുനിന്ന് കണ്ടന്റ് വായിച്ചിട്ട് നമ്മുടെ വെബ്സൈറ്റിലേക്ക് പിന്നീട് ലേറ്റർ സ്റ്റേജിൽ വന്നാൽ മതി. അപ്പോൾ നമ്മളുടെ വെബ്സൈറ്റ് അവർക്കൊരു ബൈയിങ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു സർവീസ് എടുക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ടാക്കി കൊടുത്താൽ കൃത്യമായിട്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ട്രാഫിക് അത്രയും വന്നില്ലെങ്കിൽ പോലും നമ്മുടെ കൺവേർഷൻ കറക്ഷനായിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഒരു ടാക്ടിക്സ് ആയിട്ട് വരേണ്ടത്. കാരണം ബിസിനസ് നമുക്ക് ഒരിക്കലും കുറയാൻ പാടില്ല. നമുക്ക് ട്രാഫിക് അല്ല, പണ്ടും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് ട്രാഫിക് കൊണ്ടുവരിക എന്നുള്ളതല്ല നമ്മുടെ ഒരു ഇതെന്ന് പറയുന്നത്. നമ്മളുടെ കൺവേർഷൻ കൂട്ടുക, ബിസിനസ് കൂട്ടുക, അതാണ് നമ്മുടെ ഒരു മെയിൻ പർപ്പസ് ആയിട്ട് വരേണ്ടത്. അപ്പം അത് ആണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്.